ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ ഗെയിമിംഗ് വിത്ത് അപ്പു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു മാപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. മാപ്പ് ഗുണാക്കിയ മാപ്പാണ് ഗൈസ്. അപ്പോൾ അവിടെ ചെറിയ വണ്ടികളെ കൊണ്ടുപോകാൻ പറ്റും. നമ്മളപ്പോൾ ഡോഡ്ജ് SRT ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വണ്ടി ഷെറെന്ന് പറഞ്ഞു പറക്കുകയും ചെയ്യും, ചെറുതുമാണ്. അപ്പോൾ നമുക്ക് മാപ്പിലേക്ക് കിടക്കാം. ആരുടെ എക്സിറ്റ് അടിച്ച് അപ്പോൾ നമുക്ക് മാപ്പിലേക്ക് കിടക്കാം ഗൈസ്. അപ്പം ഞാൻ നേരത്തെ ഒരു മാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇവിടുന്ന് ബണ്ടുങ്ങിൽ നിന്ന് പെൽമേറാക്ക് വരെയാണ്. കാരണം എനിക്ക് ഇത്തിരി ലോങ് ഓട്ടം വേണം. പക്ഷെ നിങ്ങൾ സിരിവൺ ടു ബണ്ടുങ് വരെ എടുത്താൽ ഇനി പൈസ കുറയണമെങ്കിൽ പെൽമേറാക്ക് വരെ എടുത്തിട്ട് ബണ്ടുങ്ങി ക്ലിക്ക് ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ മാപ്പ് കൂടെ ലോഡാവുന്നുണ്ട് ഗൈസ്. സെറ്റപ്പ് സീനെത്തി. അണ്ട് ഏതോ ഒരു പഞ്ചാബി സിംഗ് ബസ്സിൽ പൂമാല ഇട്ടുകൊണ്ട് അവിടെ നിൽക്കണ ഗൈസ്. പെട്ടോ ഇല്ലെങ്കിൽ പണി പാളും. വീഡിയോ. അപ്പോൾ നമ്മൾ ഡോഡ്ജ് SRT എടുത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് പാസഞ്ചറിനെ എടുക്കാൻ പോകും ഗൈസ്. അതേ പറക്കണ സാധനം. സെക്കൻഡിൽ 75 ഫസ്റ്റിൽ 75 കയറി ഗൈസ്. വണ്ടിക്ക് ബ്രേക്ക് കിട്ടിയില്ല ഗൈസ്, ജസ്റ്റ് ഒന്ന് പാളി. അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവർ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിനി അടുത്ത പരിപാടി അതാണ്. അപ്പോൾ ഡ്രൈവ് ടു ബണ്ടുങ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഡ്രൈവർ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി കൊണ്ട് ഇതാരുടെ റിവേഴ്സ് ഇട്ട നമുക്ക് വണ്ടി കൊണ്ട് പോകാം. ഇവിടെ ഫസ്റ്റ് ഇതിൽ മതി. ചെറിയ ലാഗുണ്ട് ഗൈസ്. നിങ്ങളിപ്പോൾ വിചാരിച്ചിരിക്കും വണ്ടിയുടെ സൗണ്ടൊന്നും ഇവിടെ കേൾക്കണില്ലല്ലോ. അത് സംഭവം ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുക്കുകയാണ്. എനിക്ക് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. സ്ക്രീൻ റെക്കോർഡ് എടുക്കണോണ്ട് എൻ്റെ ഫോണിനൊരു കുഴപ്പമാണ്. ഇതിനകത്ത് സൗണ്ട് ഇറക്കാവൂല. സ്ക്രീൻ റെക്കോർഡ് ഇട്ടാൽ ഈ ഫോണിൻ്റെ അകത്ത് നടക്കണ സൗണ്ട് കേൾക്കൂല. നമ്മൾ പറയുന്നൊന്നും കേൾക്കൂല. ഇപ്പോൾ റെക്കോർഡാണ് ചെയ്യുന്നത് ഗൈസ്. വീഡിയോ കണ്ടിരുന്ന് റെക്കോർഡ് ചെയ്യുക. എന്താ വണ്ടി കൊണ്ട് വെച്ച് കയറാൻ നോക്കണം. ഗൈസ് അപ്പോൾ നമ്മൾ 112 കിടക്കുകയാണ് ഗൈസ്. 112 കഴിഞ്ഞ SRTയുടെ ഡീമണാണ് ഗൈസ്. ഡീമൺ, അതായത് പിശാച് എന്ന വണ്ടിയാണ് നമ്മളെ ഇരിക്കുന്നത് ഗൈസ്. നമ്മളെ മാപ്പ് ഏകദേശം തീരാറായി ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് മാപ്പിലാണ് നമ്മളെ സ്ഥലം നിൽക്കുന്നത്. ഞാൻ ഇവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യണ ഗൈസ്. പുതിയ മാപ്പിലേക്ക് കയറുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. പുതിയ മാപ്പ് എത്തി. ഞാൻ വീണ്ടും ആക്കണം തന്നെ. വട്ടെ ഊയ്. വണ്ടി 65 പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആക്സിലേറ്ററും കൊടുത്തെടുക്കാം ഗൈസ്. ഞാൻ പറ്റുമെങ്കിൽ 200 കയറ്റാം. കയറും. പിന്നെ ഞാൻ ഒരു 250 കയറ്റിയോണ്ട് നീ ഭയങ്കര കൺട്രോളാണ്. പക്ഷെ ചെറുതായിട്ടൊക്കെ പാളും. അതാണ് എൻ്റെ ഒരു വിഷയം. ഇപ്പോൾ കയറിയാണ് അങ്ങോട്ട് ഹൈവേക്ക് കിടന്നു.
അങ്ങനെ നമ്മളടുത്തെത്തി അടുത്ത രക്ഷപ്പെട്ടു ഇപ്പോൾ വണ്ടി ഇടിച്ചേനെ 135 എന്നെക്കാട്ടിങ്ങ് ബസ് വരെ ഞാൻ കയറ്റിയിട്ടുണ്ട്. പിന്നെയാണ് ബ്രേക്കില്ലാത്ത ബസ്. ഇവിടെ വെച്ച് തിരിയണം. മാപ്പ് പാളി കയറി വണ്ടി കയറി. ഉയ്യോ പാളി ഫ്രണ്ട് നോക്കിട്ട് ചപ്പടി മുഖം തേയി. SRT നമുക്കിങ്ങനെ പറത്തി വിടാം. ഗൈസ് പക്ഷേ അവിടെ മൊത്തം കുറ്റാക്കൂർ ഇരുട്ടാണ് ഗൈസ്. കുറ്റാക്കൂർ ഇരുട്ടെന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ, മിന്നായം പോലെ. നമ്മൾ 150 മുകളിലോടൊന്നും കയറാനില്ല ഗൈസ്. 130 നമ്മൾ പെയ്യെ പോവുക. വണ്ടി ഇത്രയും കണ്ടീഷൻ ഇടിച്ചില്ലേ, നന്നാക്കാൻ വേണം 8 രൂപ. 29 രൂപയുണ്ട്, ഞാനും ഉണ്ട്. ഗെയിമിൽ ഇൻട്രോയിൽ 21 രൂപയാണെങ്കിലും അതിന് 29 ആക്കി. എങ്ങനെയോ ഞാൻ 29 ആക്കി. ഗിഫ്റ്റ് എടുത്ത് ഗിഫ്റ്റ് എന്ന് റിവാർഡ് എടുത്ത്. ഇവിടെ അടുത്തൊരു പാലമുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ സ്ലോ ആക്കാൻ. ഒരു പാലമുണ്ട് ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്ലോ ആക്കണം, ഇല്ലെങ്കിൽ വഴി തെറ്റും. അതായത് ഈ പാലം കാണുമ്പോൾ നിങ്ങൾ ചെറിയതായിട്ടൊന്ന് സ്ലോ ആക്കണം. എന്നിട്ട് ഇടത്തോട്ടുള്ള കട്ടിങ് കയറി നേരെ പോകണം. പിന്നെ ഈ ഓഫ് റോഡ് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും പെൽമേറാക്ക് വരെ പോവുകയാണെങ്കിൽ അവിടുന്ന് ആ സിമ്മൻ്റൊക്കെ ഇട്ടേക്കും കുറേ അതുവഴി നിങ്ങൾക്ക് റോട്ടിൽ കയറാം. എൻ്റെ SRT ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റും. സെഡാൻ വണ്ടികളൊക്കെ ഇങ്ങനെ കയറുന്നത് ഈ സിമ്മൻ്റ് വഴി അപ്പുറത്ത് കിടക്കാം. ഈ സിമ്മിൻ്റെ ഇടയിലൊരു ഗ്യാപ്പുണ്ട്. നേരെ പോകണം. ഒരു കുഴി പോലത്തെ റോഡാണ് ഈ റോഡ്. മാപ്പിലൊന്നും കാണിക്കില്ല ഗൈസ്. ഒന്നും മാപ്പ് നോക്കി ഒരുത്തിനും പോകാൻ നിൽക്കണ്ട. നേരെ പോകണം. പിന്നെ കൂടെ സ്കൂട്ടറായാലും മതി, SRT വേണമെന്നില്ല. ഏതെങ്കിലും വണ്ടി മതി, ചെറിയ വണ്ടി. ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ ഇവിടെ ഇട്ടിട്ട് നടന്നു പോകാനേ കഴിയുള്ളൂ, അല്ലെങ്കിൽ വണ്ടി ഇടിക്കും. ചില വണ്ടികളൊക്കെ പറ്റും, ഞാൻ ചെയ്തിട്ടുണ്ട്. വണ്ടി കയറി പെട്ടു. ഓക്കെ തട്ടിയില്ല, രക്ഷപ്പെട്ടു. സ്ക്രാച്ചായി. ഇല്ല, രക്ഷപ്പെട്ടു. സ്ക്രാച്ചായില്ല, ജസ്റ്റ് മിസ്സിന് സ്ക്രാച്ചായില്ല ഗീസ്. വൈഫറൊക്കെ പോണായി തനിയെ. ജസ്റ്റ് മിസ് ഗീസ്. കണ്ടോ, തട്ടി. സ്റ്റിയറിങ് വളഞ്ഞിട്ട് അങ്ങോട്ട് വളയില്ല ഗീസ്. ആരൊക്കെ മെസ്സേജ് അയച്ചാൽ താങ്കളുടെ ബില്ലിലൊക്കെ അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഈ റെഡ് മീറ്ററാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ്. ഈ സെറ്റ് സാധനമാണ്. നമ്മളെ ട്രാവലറൊക്കെ ഉണ്ട്, കുറേ വണ്ടികളുണ്ട്.
നമ്മൾ CPM കളിക്കും, പക്ഷേ ഞാൻ അറിയാതെ ഡിലീറ്റായിപ്പോയി. എനിക്ക് കുറേ നല്ല അടിപൊളി കാർ കളക്ഷൻ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇനി അക്കൗണ്ട് കേട്ടെടുക്കാൻ നോക്കിയ പാസ്വേഡും ഞാൻ മറന്നുപോയി. അതെങ്ങനെ സെറ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്. അറിയാമെന്നെങ്കിൽ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണം. ഇതാണ് നമ്മൾ ഗുണാക്കിയ കുളം പോലെ ഇരിക്കുക, അതിനകത്തോട്ടെടുത്ത് ചാടിയാൽ മതി. നമുക്ക് വണ്ടി തിരിച്ചിടാം, അതാകുമ്പോൾ എനിക്ക് പെൽമേറാക്കിലോട്ട് പോകാൻ എളുപ്പമാവും. മരം നിൽക്കണമെന്ന് കാണാൻ ഇല്ല, രക്ഷപ്പെട്ടു. നമുക്ക് റോട്ടിൽ തന്നെ വണ്ടി ഇടാം, നമ്മൾ സ്പീഡിൽ എടുത്തോണ്ട് പോവാം. കുറ്റാക്കൂര് ഇട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ഇട്ട്. കുറ്റാക്കൂരല്ല, ചെറിയൊരു ഇട്ടാണ്, കാണാനൊക്കെ പറ്റും. ഞാൻ ചുമ്മാ തന്നെ നേരത്തെ. അപ്പോൾ നമുക്ക് എടുത്തോണ്ടങ്ങ് ചാടാം. ഇതാറാ? ഞാൻ തന്നെ ഈ പറയും പോലെ. വീഡിയോയിലുള്ള ക്ലാരിറ്റി ഒന്നും ഇല്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ബ്രൈറ്റ്നസ് ഒക്കെ എടുത്തത്. ഓടം വരെ ഉണ്ട്, പോയി ചുറ്റിക്കണമെങ്കിൽ ചുറ്റിക്കണങ്ങാം. നീ സമയമല്ല, ഞാൻ പോണു.